ചക്ക ഞാൻ പുതിയായിട്ട് വയ്യ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്ത് വിട്ടു ഉമ്മച്ചി എടുത്തേക്ക്. അങ്ങനെ നമ്മളിവിടെ എത്തി. ദേ ഇവനാണ് മലയണ്ണൻ. ഇവിടത്തെ ചക്കി മാങ്ങയൊക്കെ ഇത്തവണ ഇവനുള്ളതാ. ഇവിടെ ആണെങ്കിൽ ഫുള്ള് കിളികളുടെ കളകളാരവാണേ. അങ്ങനെ നമ്മൾ നടന്ന് ജാതി മരത്തിന്റെ അടുത്തെത്തി. ഇതാണ് നമ്മുടെ ജാതിക്ക. ഈ റെഡ് കളർ സാധനമാണ് ജാതിപത്രി. ഇത് ഉണക്കിയിട്ടാണ് നമ്മള് ബിരിയാണിയിലൊക്കെ ഇടുന്നത്. കാണുമ്പോ സിമ്പിൾ ആണെങ്കിലും അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ്. ആ കുണുങ്ങി പോണതാണ് എന്റെ ഉമ്മച്ചി. എന്നെ പോലെ തന്നെ ഉമ്മച്ചിക്ക് ഒരു 5-6 മക്കൾ കൂടി ഉണ്ട്. അവരുടെ അടുത്തേക്കാണ് ഈ പോണത്. ഇതാണ് ഉമ്മച്ചീന്റെ ഇളയ പുത്രൻ കുട്ടൻ. കുട്ടനെ പുല്ല് കൊടുത്ത സോപ്പിടാന്ന് പറഞ്ഞിട്ട് ഒക്കെ വലിച്ചതാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് വെച്ച്. അവനുണ്ടോ അത് തിന്നണു. കഴിക്കാണ്ടായപ്പോ ഒരു അടിയും കൊടുത്തു. ഇതാണ് ഉമ്മച്ചിയുടെ വേറെ മകള് മാളു, പിന്നെ പൊന്നൻ. അങ്ങനെ വേറെ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്. ചക്ക തോട്ടിയും കൊണ്ട് കിട്ടില്ല എന്ന് തോന്നിയപ്പോ ഇക്ക് കളത്തിലിറങ്ങി മുണ്ടും മടക്കി കുത്തി കേറിയ ഏണീന്റെ മണ്ടയ്ക്ക്. അങ്ങനെ ചക്ക ഇട്ടു. ചക്ക ഇടുന്ന കണ്ടപ്പോ അയലൊക്കത്തുനിന്ന് ആൾക്കാർ വന്നു വയം പറഞ്ഞു കൊടുക്കാൻ. ഈ മാമനാദ്യം താഴ്ന്നു കുറെ നോക്കി. പിന്നെ ശരിയാവില്ല പറഞ്ഞ ഇപ്പുറത്ത് വന്ന് ഇക്കാലത്ത് എന്തൊക്കെയോ അഭിപ്രായം പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചേട്ടായി. അങ്ങനെ ചക്കയും മാങ്ങയൊക്കെ പെറുക്കി ചക്കിലാക്കി. ചക്ക കിട്ടിയപ്പോ ഇക്കാക്ക എന്നെ വേണ്ട, നീ അടുത്ത വണ്ടിക്ക് കയറി വാന്നും പറഞ്ഞ് ചക്കയും കൊണ്ട് ഇക്ക മണ്ടലാ മണ്ടി.